fucking heavy ass weight. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ബീറ്റുകളൊക്കെ വരട്ടെ. വീഡിയോ കാണുന്നതിന് മുമ്പേ കമൻറ്റുകളൊക്കെ പോരട്ടെ. സ്വയം പ്രഖ്യാപിത അന്തർഗാതർ അണ്ണൻ്റെ ബീറ്റുകൾ വരട്ടെ. ഈ സ്വയം പ്രഖ്യാപിത അന്തർഗാതർ അണ്ണൻ്റെ ബീറ്റുകളിൽ കുറച്ച് ബീറ്റുകളുണ്ടല്ലോ, അവരെ കുഴപ്പം എന്താണെന്നറിയോ? വീഡിയോ ഫുള്ള് കാണത്തില്ല. വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പൊളിഞ്ഞല്ലോ. വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പൊളിഞ്ഞ് നാശമായെന്ന് മനസ്സിലായി. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണത്തില്ല. വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തലയിൽ കൂടെ മുണ്ടിട്ട് കൊണ്ടുപോകാനേ പറ്റൂ. വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പേ ക്യാപ്ഷനും തമ്പനയിലും നോക്കിയിട്ട് ഒരു കമൻറ്റ് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിടുക. അതാണ് ഈ ബീറ്റുകൾ ചെയ്യുന്നത്. സ്വയം പ്രഖ്യാപിത അന്തർഗാതർ അണ്ണൻ്റെ ബീറ്റുകൾ ചെയ്യുന്നത്. പിന്നെ ബീറ്റുകൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്തർഗാതർ അണ്ണൻ്റെയും അതുപോലെ ബീറ്റുകളെയും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും എവിടെയെങ്കിലും പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് ഉടനെ അങ്ങോട്ട് കൊണ്ടുപോയി അവൻ ചിറോയിഡും സപ്ലിമെൻറ്റും അടിച്ചിട്ട് അവൻ്റെ ഐക്യു എല്ലാം പോയി കിടക്കുക. ഐക്യു ഇല്ലാത്തവനാ, കാശിനും കർമ്മത്തിനും കൊള്ളാത്തവനാ, ഫാക്ടറിയിൽ നിന്ന് വെട്ടിമിഴുങ്ങി നടക്കുന്നവനാ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം അങ്ങ് പൊളിഞ്ഞടങ്ങുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഒന്നും പറയാനൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് അതങ്ങ് അവിടെ അങ്ങ് കൊണ്ടങ്ങിടും, അതങ്ങ് തുപ്പും. അതാണ് ഈ സ്വയം പ്രഖ്യാപിത അന്തർഗാതർ അണ്ണൻ്റെയും അതുപോലെ ബീറ്റുകളെയും മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം സ്ഥിരമായിട്ടിപ്പം മധുരം കഴിച്ച് പെട്ടെന്ന് ഒരാൾക്ക് ഒരു മധുരമില്ലാതൊരു ചായ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ ചായ അവിടെ വെച്ചിട്ട് പോകും, അല്ലെ അതെടുത്ത് വെളിയിൽ കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ സ്ഥിരമായിട്ടില്ല വിഷം തലയ്ക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടല്ലോ, വിഷം ഒരു ദിവസം ഇഞ്ചക്ട് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ബീറ്റുകൾ സ്വഭാവം അങ്ങോട്ട് മാറും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുറച്ച് സമയമെടുക്കും. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വയം പ്രഖ്യാപിത അന്നെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തി എല്ലാ കാര്യങ്ങളിലും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ, അതിനെയൊക്കെ നമ്മളും സപ്പോർട്ടാണല്ലോ, ഞാനും സപ്പോർട്ടാണ്. ഇത് എല്ലാ വിഷയത്തിലും അതങ്ങ് കൊണ്ടിടാതെ, എല്ലാ വിഷയത്തിലും സ്റ്റിറോയിഡ് കൊണ്ടിടാതെ കേട്ടോ. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് സ്റ്റിറോയിഡ് അങ്ങോട്ട് കൊണ്ടങ്ങ് ഇടുവാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് മെഴുകുവാണ്. അവൻ സ്റ്റിറോയിഡ് അടിക്കുന്നുണ്ട്, അവൻ അങ്ങനെ പറയുന്ന സ്റ്റിറോയിഡ് അടിക്കുന്നവരെ അതുണ്ടായ അങ്ങനെ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ അങ്ങോട്ട് കടന്ന് മെഴുകി, അല്ലെങ്കിൽ വീഡിയോയിൽ വന്നിട്ട് വേറെ പറയാനൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ സ്വന്തം കണ്ടിട്ട് കയറി വരാൻ പറയുന്ന അരുണിനോടും അരുണിൻ്റെ ബീറ്റുകളോടും എനിക്ക് പറയാനുള്ളത്, ആദ്യം സ്വന്തം ചാനലിൽ പോയിന്ന് നോക്കിയിട്ട് ഈ ഒരു കാര്യം പറ. സ്വന്തം ചാനലിൽ എത്ര റിയാക്ഷൻ വീഡിയോ മറ്റു പല ആൾക്കാരെയും പറ്റിയിട്ട് എത്ര റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് സ്വന്തം ചാനലിൽ പോയി എണ്ണി നോക്കിയിട്ട് വന്നിട്ട് പറ കേട്ടോ. ഡീറ്റെയിലോടും കൂടിയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പ്രധാനമന്ത്രിയെന്നോ ഇന്ന ആളെന്നോ ഇല്ല. ഇവിടെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എതിരെ വരെ ട്രോൾ വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഒരു ലൊട്ടിലൊടുക്ക് നാച്ചുറൽ സ്കോഡ്. നമ്മളെപ്പോലെ എന്നെപ്പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഉടായ്പകൾ കയ്യോടെ പൊക്കി പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ കൊണ്ട് കാണിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇതുപോലുള്ള ഉടായ്പകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മാരകമായിട്ടുള്ള വിഷങ്ങളാണ്, MDMA കാരിലുള്ള വിഷങ്ങളാണ്. എന്നെപ്പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഉടായ്പകൾ പൊടിച്ചടുക്കി കയ്യിൽ കാണിക്കാൻ പറ്റിയല്ലോ. ഇത്രയും നാളായിട്ട് ഏതെങ്കിലും ഒരുത്തം കയറി വന്നിട്ടുണ്ട് ഇതുപോലുള്ള ഉടായ്പകൾ, അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം ആൾക്കാരെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടല്ലോ? എന്നെപ്പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടല്ലേ ഇതുപോലുള്ള ഉടായ്പിൻ്റെയൊക്കെ മാസ്ക് വലിച്ചീറാൻ പറ്റിയത്. അതുകൊണ്ടേ ഈ റിയാക്ഷൻ വീഡിയോ കേരളത്തിൽ ചെയ്യുന്ന ഒരുപാട് ചാനലുകാരുണ്ട് കേട്ടോ. അവരെല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതേ തിരിച്ചിങ്ങോട്ടൊരു വീഡിയോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവരെയൊക്കെ ഉടായ്പകൾ, ഞാൻ പറഞ്ഞല്ലോ, ഉടായ്പകൾ പൊളിച്ചടുക്കി കയ്യിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ പ്രധാനമന്ത്രിക്ക് വരെ എതിരെ റിയാക്ഷൻ വീഡിയോയും ട്രോൾ വീഡിയോയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലൊട്ട നാച്ചുറൽ സ്കോഡ്. ഓക്കെ, എന്തായാലും താമസിയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനു മുമ്പേ അണ്ണൻ്റെ കുറച്ച് ലീലാവലാസങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാം. ഇത്തകൾ കിടന്ന് കരയും. ഞാൻ പറയുന്നത്, എനിക്ക് ഞാൻ ബീറ്റ് കിടന്ന് പറയുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കും. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഒരുത്തിനും തെളിയിക്കാൻ പറ്റില്ല. കുറച്ച് കുറവാണെന്ന് പറയും. ഒരാൾ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണല്ലോ അവന്റെ എന്താ പറയുക വിമർശനം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയാനുള്ള പറയില്ല, അവർ അതിനെ കുറിച്ച് ചിന്തിക്കില്ല. ബീറ്റിന് വന്ന നികിഷ്ട സ്വഭാവം ഇടിഞ്ഞ മനസ്സാണ്. അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല. എന്തോ നീ പറയുന്ന തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരുത്തനും പറ്റത്തില്ലെന്നോ? തെളിയിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ പറയുന്ന തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ അടുത്ത വട്ടം വരുമ്പോൾ തലയിൽ മുടിയും മീശയും താടിയും കാണുന്നത് ഇതെല്ലാം എടുത്തിട്ട് വേണം നീ മുമ്പിൽ വന്ന് ഇരുന്ന് സംസാരിക്കാൻ. ഞാൻ തെളിയിക്കാൻ പോവാണ്, കണ്ടോ നീ.
ഉറങ്ങാതിരുന്നാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതുപോലെ നിങ്ങൾ പട്ടിണി കിടക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. ഈ ഇപ്പോൾ മുസ്ലിങ്ങളുടെ റംസാന് ഒരു മാസം അതൊക്കെ ഒരു കാര്യമില്ലടോ. ഒരു വർഷത്തിൽ 11 മാസം നല്ല 5-10 നേരം വെട്ടി വീഴും, 3-5 നേരം. എന്നിട്ട് ഒരു മാസം വേറെ ഒരു ഉച്ചയ്ക്ക് മാത്രം അങ്ങ് കഴിക്കാതിരിക്കുന്ന ഭയങ്കര സംഭവം എന്നാണ് വിചാരം. അതൊക്കെ പൊട്ടത്തിലാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ പട്ടിണി എന്നുള്ളത് വേണമെന്ന് പറയണം. അപ്പോൾ പട്ടിണിയെക്കുറിച്ച് ഇനി ആർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. പട്ടിണി എന്നുള്ളത് ഉറക്കം പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പട്ടിണി നമ്മുടെ ശരീരത്തിന് ഒരു റിപ്പയർ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു കാർ തകരാറിലായ അത് വർഷാപ്പിൽ കൊണ്ടിടുമല്ലോ, അതുപോലെ നമ്മുടെ ശരീരത്തിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈമാണ് ഈ. കണ്ടല്ലോ, നീ പറഞ്ഞതിന് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യം ഇതാണ്. നീ ഇപ്പം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് തെറ്റാന്ന് ഞാൻ തെളിയിക്കാൻ പോവാ. ഇതിനെ പറ്റിയിട്ട് ഇസ്ലാമിൽ ഒരു നോമ്പെടുക്കുന്നതിനെ പറ്റിയിട്ട് നിനക്ക് അറിഞ്ഞിട്ടാണ് നീ വന്നിരുന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇതിലൂടെ മനസ്സിലാക്കിക്കൂടെ നിന്റെ ഐക്യു എത്രത്തോളം ഉണ്ടെന്ന്? ഇതിലൂടെ മനസ്സിലാക്കിക്കൂടെ നിനക്കൊരു പൊണ്ണാക്കും അറിയത്തില്ലെന്ന്? നീ ചുമ്മാ വന്നിരുന്നിട്ട് ആൾക്കാരെ മണ്ടനും പൊട്ടനും ആക്കുവാന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോയിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അരുൺ ഒരു നിരീശ്വരവാദിയാണെന്ന്. ഇപ്പം ഈ റമദാനെ പറ്റി പറഞ്ഞല്ലോ, 11 മാസവും വെട്ടി മെഴുങ്ങി ഒരു മാസം തിന്നുന്നത് വലിയ കാര്യമല്ല. എടോ അരുണേ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഈ 11 മാസവും വെട്ടി മെഴുങ്ങി തിന്നിട്ട് ഒരു മാസം ഇത് വ്രതമനുഷ്ഠിക്കുന്നത് ശരീരത്തിന് ഹെൽത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടെ എൻഡുറൻസ് കൊണ്ടുവരാനും മസിൽ ബിൽഡ് ചെയ്യാനുമാണെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഹിജറ കലണ്ടർ പ്രകാരം 9ാമത്തെ മാസമാണ് റമളാൻ. ആ മാസത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടെയാണ്. ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു മാസമാണ്. ഞാനിവിടെ അപ്പം കുറേ ആൾക്കാർ പറയും ഇവിടെ മതം കൊണ്ട് വലിച്ചിട്ടെന്ന്. ഇവിടെ എൻ്റെ ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്ന റിയാക്ഷനകത്ത് മതത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനും മറ്റുള്ള ഒന്നിനും ഞാൻ ഇത് കൊടുക്കുന്നില്ല. ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയവും വലിച്ചിടുന്നില്ല, മതവും വലിച്ചിടുന്നില്ല. പക്ഷേ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ തെളിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇപ്പം 11 മാസം പറഞ്ഞല്ലോ, 11 മാസം 5 നേരം അല്ലെങ്കിൽ 3 നേരം വലിച്ച് തിന്നിട്ട് ഒരു മാസം ഫാസ്റ്റിംഗ് എടുക്കുന്നത് അല്ലെങ്കിൽ വ്രതം എടുക്കുന്നത് വലിയ സംഭവമായിട്ട് തോന്നില്ലെന്ന്. എന്നാൽ അത് വലിയ സംഭവമായിട്ട് തോന്നുന്ന പല ആൾക്കാരും ഈ രാജ്യത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ മാത്രമല്ല, ഈ ലോകം എമ്പാടും ലോക രാജ്യങ്ങളെല്ലാം ഒരുപോലെ ഒരേ രീതിയിൽ ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ഈ പറഞ്ഞിട്ടുള്ള റമളാൻ. അത് ഈ പറഞ്ഞിട്ടുള്ള ശരീരത്തിൻ്റെ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അത് ഒരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് ഒരു മാസം അയാൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ അയാളൊരു നല്ലൊരു വ്യക്തിയായിട്ട് ആ ഒരു മാസം ദൈവത്തിലോട്ടടുത്ത് ഈ പറഞ്ഞിട്ടുള്ള പാവങ്ങളെ സഹായിച്ച് പാവങ്ങളെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് ഇല്ലാത്തവൻ ഉള്ളവനിക്ക് കൊടുത്തു. ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഒരേപോലെ സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത തെറ്റുകളെല്ലാം അതിനെതിരെ നമ്മൾ നമ്മൾ പറയുമല്ലോ, ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിലോട്ട് അടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫാസ്റ്റിങ് നമ്മൾ ഈ റമദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാസം നമ്മൾ കാണപ്പെടുന്നത്. അല്ലാതെ നീ പറയുന്ന പോലെ വലിയ സംഭവമാണെന്ന് നീ പറഞ്ഞല്ലോ, അത് തന്നെ സംഭവം തന്നെയാണ്. ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സംഭവം തന്നെയാണ്. നിന്നെപ്പോലൊരു നിരീശ്വരവാദിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതറിയണമെങ്കിൽ വല്ലപ്പോഴും അമ്പലത്തിൻ്റെയോ അല്ലെങ്കിൽ പള്ളികളിലെയോ മുറ്റത്തെങ്കിലും ഒന്ന് കയറിയിട്ടൊന്ന് പോകണം, അപ്പോഴേ മനസ്സിലായോ? അപ്പം വിശ്വാസിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ഇസ്ലാം മത വിശ്വാസിയെന്നോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയെന്നോ അല്ലെങ്കിൽ ഒരു ഹിന്ദു മത വിശ്വാസിയെന്നോ ഇന്ന വിശ്വാസമൊന്നുമില്ല. എല്ലാ മതത്തിലുള്ളവരും വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. അത് അവരെ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റ് ലോസ് ചെയ്യാനോ മറ്റുള്ള ഇതിനും വേണ്ടിയിട്ടല്ല. അവർ ദൈവത്തിലോട്ട് അടുക്കാനും അവർ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊറുക്കപ്പെടാനും പുതിയൊരു മനുഷ്യനായിട്ട് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പം നിനക്ക് മനസ്സിലായോ? നീ പറഞ്ഞ ഏറ്റവും വലിയ തെറ്റിലൊന്നാണ് അതൊന്ന്. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് വരാം. ഡൈനാപോള് സപ്ലിമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞ്
നീ പറഞ്ഞു ഇത് ചെയ്തല്ലോ, പറഞ്ഞ് സ്പ്രെഡ് ചെയ്തല്ലോ. അത് സപ്ലിമെന്റ്സ് ആണെന്ന്, ഡൈനാബോൾ സപ്ലിമെന്റ്സിന്റെ ഗണത്തിൽ പെടുന്ന ഒന്നാണെന്ന് നീ തെളിയിക്ക്. ഞാൻ പറയുന്നു അല്ലെന്ന് പറയുന്നു, നീ അത് തെളിയിക്ക്. ന്യൂട്രീഷൻ ഒന്നും വേണ്ടടോ. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ നാട്ടിലും, എല്ലാ ടൗണുകളിലും സപ്ലിമെന്റ് ഷോപ്പ് ഉണ്ട്. അവിടെ ചെന്നിട്ടൊരു വീഡിയോ, അവിടെ നിൽക്കുന്ന കടയിൽ നിൽക്കുന്ന ഒരാളെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക, അപ്പം അംഗീകരിക്കാം. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ഒരു സാധനം മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മേടിച്ച് കാണിര്, ഡൈനാബോൾ മേടിച്ച് കാണിര്, എവിടെയെങ്കിലും ചെന്നിട്ട് മേടിച്ച് കാണിര്. അപ്പം ഞാൻ അംഗീകരിക്കാം. അപ്പം ആ കാര്യത്തിൽ നീ പറഞ്ഞത് പൊട്ടത്തരമാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇനി ഒരുപാടുണ്ട്. ഇപ്പം നീ പറയുന്നുണ്ടല്ലോ, ഇപ്പം സപ്ലിമെന്റ്സിനെ പറ്റി ഫാക്ടറിയിൽ നിന്ന് വെട്ടിമിഴുകി തിന്നുന്ന ആൾക്കാരോട് പുച്ഛമാണെന്ന് പറഞ്ഞിട്ടും അതേ ഫാക്ടറിയിൽ നിന്ന് അടിച്ചിറക്കുന്ന ഫിഷ് ഓയിൽ, omega-3 എന്ന് പറയുന്ന ഫിഷ് ഓയിൽ നീ ഇപ്പം എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പം അതും മസിൽ ബിൽഡിംഗ് സപ്ലിമെന്റ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇറക്കുന്ന മസിൽ ബ്ലേസിന്റെ പ്രോഡക്റ്റ് തന്നെ. ബീറ്റുകളെന്ന് പറഞ്ഞ് അടിച്ചാക്ഷേപിക്കുന്ന കമ്പനിയുടെ തന്നെ പ്രോഡക്റ്റ് നീ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടെന്ന് നീ തന്നെ പറഞ്ഞിട്ടുമുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. പിന്നെ നീ പറയുന്നുണ്ടല്ലോ, ഞാൻ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് ഹെൽത്താണ് പ്രാധാന്യമെന്ന്. ഈ ഫിഷ് ഓയിൽ, omega-3 ഫിഷ് ഓയിൽ ഹെൽത്തിനുണ്ടാക്കുന്ന സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ട് നിനക്ക് അറിയാമോ? ഇല്ല. അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത്, നീ പറയുന്ന പല കാര്യങ്ങളും നിനക്ക്, നീ പറയുന്നത് പൊട്ടത്തരമാണ്, മണ്ടത്തരമാണെന്ന്. പക്ഷെ നീ പറയുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, വാസ്തവമുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാനും റെഡിയാണ്, നിൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സും റെഡിയാണ്. ഇപ്പം ഫിഷ് ഓയിൽ അത് അലർജി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ബോഡിയിൽ. അലർജി ഒരുപാട് പേർക്ക് ഫിഷ് ഓയിൽ അലർജി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് ഫിഷ് ഓയിൽ, സാധ്യത കൂടുതലാണ്. അപ്പം നീ ഇതൊക്കെ എടുത്തിട്ട് നിൻ്റെ ഹെൽത്ത് നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്നും നീ എതിരില്ല ഇല്ലേ? ഈ ഫിഷ് ഓയിൽ ഉണ്ടാക്കുന്നത് നിനക്ക് എങ്ങനെ ആണെന്നറിയാവോ? ഈ ഫിഷ് ഓയിൽ നേരെ കടലിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മീൻ എടുത്തുകൊണ്ട് വന്നിട്ട് അതിന് ഡയറക്റ്റ് തന്നെ കുപ്പിയിലോട്ട് മീൻ കണ്ടിച്ച് ഒഴിച്ചു വെക്കുന്നതല്ല ഫിഷ് ഓയിൽ. ഇതൊക്കെ കുറേ കെമിക്കൽ കണ്ടന്റുകളും അതും ഇതും ചേർന്നിട്ടാണ് ഈ ഒരു ഫിഷ് ഓയിൽ എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ 500 ഉലുവയ്ക്ക് വരുന്നത്. 500 ഉലുവ തൊട്ട് ഫിഷ് ഓയിൽ കിട്ടും, 300 രൂപ തൊട്ടും ഫിഷ് ഓയിൽ കിട്ടും. അപ്പോഴേ ഇതിനകത്ത് 100% omega-3 അടിച്ചങ്ങോട്ട് തരുവാണ് 300 രൂപയ്ക്ക്. ഇവിടുന്ന് കടലിൽ പോയി കഷ്ടപ്പെട്ട് മീനും പിടിച്ച് കുറച്ചെങ്കിലും ഐക്യം ഉണ്ടെങ്കിൽ നീ വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഫിഷ് ഓയിൽ സപ്ലിമെന്റ്സ് എടുക്കാൻ പോവാന്ന് പറയത്തില്ലായിരുന്നു. നിന്റെ ബീറ്റുകളോട് നീ പറയത്തില്ല. അതൊക്കെ വിശ്വസിക്കും നിന്റെ ബീറ്റുകൾ, കേട്ടോ. തലയിൽ ഐക്യമുള്ള, അല്ലെങ്കിൽ ഈ പറയുന്നിട്ടുള്ള ഐക്യൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ഐക്യമുള്ള ഒരുത്തനും വിശ്വസിക്കത്തില്ല. അപ്പം നീ പറയുന്നത് ഉടായിപ്പാണെന്ന് നീ മനസ്സിലായല്ലോ. ഇനി അടുത്തത്, നീ ഇപ്പം സായിപ്പിൻ്റെ കുറ്റം പറയുന്നുണ്ടല്ലോ. നീ ഉപയോഗിക്കുന്ന, ഇപ്പം നീ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നുണ്ടല്ലോ, ഈ സാധനം വരെ സായിപ്പ് കണ്ടുപിടിച്ചാണോ? നീ പറയുന്നുണ്ടല്ലോ സായിപ്പ് ഫാക്ടറി കണ്ടുപിടിച്ചുകൊണ്ടാണ് യുവന്മാർക്കൊക്കെ വെട്ടി മെഴുകാൻ പറ്റുന്നതെന്ന്. ഈ സായിപ്പ് നീ ഇങ്ങനെ ഇരുന്ന മൊബൈലും നീ ഇടുന്ന വീഡിയോയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇതെല്ലാം സായിപ്പ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നീ ഇപ്പോഴും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അണ്ടർഗാദർ തോൽവിസ്റ്റായിട്ട് നീ ഇപ്പോഴും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ സായിപ്പ് ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടാണല്ലോ നീ ഇവിടെ വന്നിരുന്ന ഈ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും പറയാനുള്ളൊരു നിനക്കൊരു കിട്ടിയത്, സ്റ്റേജ് കിട്ടിയത്. പിന്നെ നീ പറയുന്നുണ്ടല്ലോ, പിന്നെ സായിപ്പിനെ കുറ്റം പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിപ്പ് കണ്ടുപിടിച്ചില്ലായെങ്കിൽ ഇവന്മാരിപ്പോൾ എന്ത് ചെയ്തതിനാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറൊരു സാധനമുണ്ട്, സായിപ്പ് കണ്ടുപിടിച്ചൊരു സാധനം. നീ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് സായിപ്പ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്തതിനായിരുന്നേ? ഞാൻ പേര് പറയുന്നില്ല, ഇവിടെ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ബാക്കി പാട്ട് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ഇടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകളോട് വീണ്ടും പറയുവാണ്, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല, പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉടായിപ്പും കള്ളത്തരങ്ങളും ഈ പറഞ്ഞിട്ടുള്ള ഫിറ്റ്നസിൻ്റെയും ബോഡി ബിൽഡിങ്ങിൻ്റെയും പേര് പറഞ്ഞിട്ട്
ഞാൻ നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നതിനെ ആരും എതിർക്കുന്നില്ലടോ. നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എപ്പോഴും ഈ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്, അതും പിടിച്ചുകൊണ്ട് വരല്ലേ എല്ലാ കാര്യത്തിലും കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ബീറ്റുകളെയും അതുപോലെ ബീറ്റുകളല്ലാത്ത ആൾക്കാരെയും കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ കണ്ട് വിലയിരുത്തുക. ചുമ്മാ ഇഞ്ചക്ഷൻ അടിച്ച് കയറ്റിയതുപോലെ ഒന്ന് കമൻ്റ് ഇടാതെ വിലയിരുത്തി, ഞാൻ പറഞ്ഞല്ലോ അവൻ നല്ല കാര്യങ്ങൾ പറയുവാണേ അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ബെർണാഡ് സോളമനുമായിട്ടുള്ള ഇഷ്യൂവിൽ വരുന്നുണ്ട്, ആ കാര്യത്തിലോട്ട് വരുന്നുണ്ട്, അടുത്ത വീഡിയോയിലോട്ട് വരുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. ഇപ്പം അരുണിൻ്റെ വീട്ടുകാരെ അമ്മയും അച്ഛനെയൊക്കെ ബെർണാഡ് മോശമായിട്ട് സംസാരിച്ചല്ലോ, അത് തെറ്റാണെന്ന് അത്രയും രീതിയിൽ സംസാരിക്കേണ്ടത് ഞാൻ അപ്പോൾ തെറ്റാണെന്ന് ഞാൻ എവിടെ നോക്കി ഞാൻ പറയും, അത് ആര് പറഞ്ഞാലും കേട്ടോ. അപ്പം ഇതുപോലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഫിറ്റ്നസും ബോഡി ബിൽഡിങ്ങിനെയും പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നുള്ള രീതിയിൽ വന്ന് ഒരുപാട് വീഡിയോ മണ്ടത്തരങ്ങളൊക്കെ ലൈവിലും അവിടെ ഇവിടെയും പറയുന്നതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത്. ഇപ്പം ഈ അരുണിൻ്റെ വീഡിയോ കണ്ടിട്ട് ജിമ്മിൻ്റെ പടി പോലും കയറാത്ത എത്ര ആൾക്കാർ കാണും എന്ന് ആലോചിച്ച് നോക്കി. എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും ജിമ്മിൽ പോകണ്ടടോ, നിങ്ങളൊക്കെ ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് നല്ല മസിൽ വരും, നിങ്ങൾക്ക് നല്ല ഹെൽത്ത് വരും. ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ ജിമ്മിൽ ചെന്ന് നല്ല രീതിയിൽ അവൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ബീറ്റുകളുണ്ടല്ലോ, ബീറ്റുകൾ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഈ ബീറ്റുകൾ ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുന്ന ബീറ്റുകൾ എത്ര പേര് ജിമ്മ് ബഹിഷ്കരിച്ചിട്ടുള്ള ആൾക്കാർ കാണും, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരെയൊക്കെ ജിമ്മിൻ്റെ പടി കയറ്റും ആരെങ്കിലും. ഈ അരുണിനെ എനിക്ക് തോന്നി ഈ അരുണിനെ ജിമ്മിൽ നിന്ന് വലിച്ചിറക്കി വിട്ടാൻ തോന്നുന്നു കേട്ടോ. ഇതുപോലുള്ള, കാരണം ആദ്യ സമയങ്ങളിലൊക്കെ വീഡിയോ ഇടുന്ന സമയങ്ങളിലൊക്കെ ഇവൻ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു, ജിമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. പിന്നെ ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ MDMA-ക്കാളും വിഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഫിറ്റ്നസിനെ പറ്റിയിട്ടും ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ടും ചർച്ച ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കണ്ട് അടിച്ചിറക്കി വിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും നിർത്തത്തില്ലടോ, ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നിർത്തുമോ? നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ ജിമ്മിൽ പോകണ്ട, നിങ്ങൾ വർക്കൗട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്നത് നല്ലതല്ല, കാലിസ്തനിക്ക് എല്ലാവരും കാലിസ്തനിക്സ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും എൻഡൂറൻസിന് വേണ്ടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ജിമ്മിൽ ആരെങ്കിലും ട്രെയിനറായിട്ട് വെച്ചുകൊണ്ടിരിക്കുക, അടിച്ചിറക്കത്തില്ലേ? ജിമ്മിൽ പോകുന്ന 100% ആൾക്കാരെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി നല്ലൊരു ബോഡി സെറ്റ് ചെയ്യുക. ഹ്യൂജായിട്ടൊന്നുള്ളൊരു ബോഡി വേണ്ട, പക്ഷേ നോർമലായിട്ടുള്ളൊരു ബോഡിയെങ്കിലും സെറ്റ് ചെയ്യുക, നല്ല ഫിറ്റായിട്ടിരിക്കുക. അതാണ് മെയിൻ എല്ലാവരെയും ലക്ഷ്യം. ഒരു 10 വയസ്സ് തൊട്ട് ഒരു 40 വയസ്സ് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജനറേഷൻ ഏജിലുള്ള ആൾക്കാരെ എല്ലാം ഉദ്ദേശം ഇതാണ്, ഈ ഒരു ലക്ഷ്യത്തോടാണ് വരുന്നത്. അങ്ങനെ ഉള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്ത് കളയുവാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു അനാവശ്യമായിട്ടുള്ള കാര്യം. എന്നിട്ട് ഈ പറയുന്ന ആൾ ഇതെല്ലാം ചെയ്യുന്നുമുണ്ട്. അവസാനം തൻ്റെ സപ്ലിമെൻറ്റ്സിലോട്ട് തന്നെ വന്ന് വീഴുകയും ചെയ്തു. ഞാനത് മുമ്പുള്ള വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം മോനെ ഈ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം കൊണ്ടുപോവാ, അപ്പം ഞാൻ പറയാം നീ പറയുന്ന എല്ലാമല്ല കുറച്ച് കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പം സ്റ്റേ ട്യൂൺ. ഓക്കെ.